അവനെ കഴിഞ്ഞ ദിവസമായി ഒരു അറസ്റ്റ് ഉണ്ടായി. ഒരു 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 ചെറുപ്പക്കാരൻ പയ്യൻ അവന്റെ നാട്ടിലുള്ള അവന്റെ വീട്ടിലുള്ള ഒരുപാട് പെൺകുട്ടികളുടെ ഫോട്ടോസ് മോർഫ് ചെയ്തും അല്ലാതെ പോൺ സൈറ്റിലും ഒക്കെ പ്രചരിപ്പിച്ചിരുന്നു. ഇത് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര വ്യാപകമാണ്. ഇപ്പൊ എല്ലാവരുടെയും ഫോട്ടോസ് അവൈലബിൾ ആണ്. അപ്പൊ ഇത് ഭയങ്കര കോമൺ ആണ്. ഇപ്പം ഉമ്മയുടെ ഒരു ഫ്രണ്ടിന്റെ മോൾക്ക് ഒരു സംഭവം ഉണ്ടായി. അതിൽ എങ്ങനെ എത്തിപ്പെട്ടു എന്നാണ് ഉമ്മ പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അവൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവള് ഇപ്പൊ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുന്ന കുട്ടിയാണ്, ചെറിയ കുട്ടിയൊന്നുമല്ല. അവളുടെ കൂടെ KG മുതലും +2 മുതലും ഒക്കെ പഠിക്കുന്ന പലതരത്തിലുള്ള ഫ്രണ്ട്സ്, ബോയ്സും ഗേൾസും ഒക്കെ ഉണ്ട്. ദിവസം ഇവൾക്കൊരു ഫോട്ടോ വരാണ്. ഇവര് ഗേൾസ് മാത്രം ഒരു പൂളിൽ പോയത്. മോശം വസ്ത്രമൊന്നുമല്ല, നല്ല വസ്ത്രമൊക്കെ ഇട്ടിട്ട് തന്നെ ആ ഫോട്ടോ എടുത്ത് മോശം സൈറ്റിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മോശം ഒരു അക്കൗണ്ടിൽ. എന്നിട്ട് ഭയങ്കര വൃത്തികെട്ട കമന്റ്സും റൈറ്റപ്സും ഒക്കെ അതിനെപ്പറ്റി വന്നിരിക്കും. അപ്പൊ ഇവര് ഭയങ്കര ഷോക്ക്ഡായി. നമ്മള് പേരൻസിനെ കാണിച്ചു, പേരൻസ് അന്വേഷിച്ചു. അങ്ങനെ ആ പേജിലേക്ക് നോക്കുമ്പോൾ ഇവളെ തന്നെ ഫ്രണ്ട്സിന്റെയും ഇവളുടെ അറിയുന്നവരുടെയും അറിയാത്തവരുടെയും ആയിട്ടുള്ള ഒരുപാട് പെൺകുട്ടികളുടെ ഫോട്ടോസ് ഇന്നാസ് മിസ്യൂസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഇവർ അതിന്റെ പുറകെ പോയി. അവര് ആദ്യം പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു. പോലീസ് പക്ഷേ പതുക്കെയാണ് കാര്യങ്ങൾ നീക്കിയത്. പക്ഷെ ഇവർക്കറിയാവുന്ന ഒരു എത്തിക്കൽ ഹാക്കർ ഉപയോഗിച്ചിട്ട് ഹാക്കിംഗ് അല്ല ചെയ്തത്, ഇത് ആരാണ് പോസ്റ്റ് ചെയ്തതെന്ന് ആദ്യം കണ്ടുപിടിച്ചു. ആ പോസ്റ്റ് ചെയ്ത ആളെ കോണ്ടാക്ട് ചെയ്തിട്ട് ചോദിച്ചു, ഈ ഫോട്ടോസ് നിങ്ങൾക്ക് എവിടെ നിന്ന്? അപ്പൊ ഇവരിത്, ഈ കുട്ടികള്, ഈ മോളും അവരുടെ ഫ്രണ്ട്സും ഇത് ഒരു സോഷ്യൽ മീഡിയയിലും പോസ്റ്റ് ചെയ്യാത്ത ഫോട്ടോസാണ്. അതായത് ഇവരുടെ ഫോണിൽ എടുത്ത ഫോട്ടോസ്, എങ്ങും പോസ്റ്റ് ചെയ്തിട്ടില്ലാത്ത ഫോട്ടോസ്. അപ്പം ഇവരിങ്ങനെ അന്വേഷിച്ച് വന്ന് ഈ ഹാക്കർ മറ്റവൻ പോസ്റ്റ് ചെയ്തവനെ പിടിച്ചിട്ട് പറഞ്ഞാൽ നീയാണ് പോസ്റ്റ് ചെയ്തതെന്ന് ഞങ്ങൾ പോലീസിൽ പറയും, ഇല്ലെങ്കിൽ നീ ഇത് ആര് തന്നു എന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ കണ്ടുപിടിച്ച് വന്നപ്പം ഇവളുടെ ഒരു ക്ലോസ് ഫ്രണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ക്ലോസ് ഫ്രണ്ട് എന്നുള്ളത് മാത്രമല്ല, 8ാം ക്ലാസ് തൊട്ട് അറിയുന്ന കൊച്ച്. ഇവർ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയാൽ വരികയൊക്കെ ചെയ്യുന്ന ഒരു ആന്റി പറയുന്നത്, എന്റെ ഫ്രണ്ട് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, അത്രയും പാവം ഒരു കുട്ടി, വെൽ ബിഹേവ്ഡ് കുട്ടി. അവനിതൊന്നും ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ല. അപ്പൊ ഇവനെ വിളിച്ചിട്ട് ചോദിച്ചത് എങ്ങനെ ഈ ഫോട്ടോ കിട്ടി? ഇവന്റെ കയ്യിൽ ഫോട്ടോ ഇല്ലല്ലോ, ഇവളുടെ ഫോണിലല്ലേ ഉള്ളു. അപ്പൊ പറഞ്ഞു, ഒരു പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും ഇരിക്കുമ്പോ ഞാൻ പറഞ്ഞു ഇവളോട് കുറച്ച് ഫോട്ടോസ് അയച്ചു തരാൻ. അവർ ഒന്നിച്ചെടുത്ത് എന്തോ ഫോട്ടോസൊക്കെ അയച്ചു തരാൻ പറഞ്ഞപ്പോ അയച്ചു തന്നു കഴിഞ്ഞ് എനിക്ക് ഇച്ചിരി വെള്ളം വേണം എന്ന് പറഞ്ഞപ്പോൾ ഇവൾ എണീറ്റ് പോയപ്പോ ആ ഫോൺ എടുത്ത് ഇവൻ സ്വന്തമായിട്ട് വീണ്ടും അതിനകത്തുള്ള ബാക്കി ഫോട്ടോസും കൂടെ അയച്ചു. അപ്പൊ അത് അവളുടെ ഉണ്ടായിരുന്നു, അവളുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, പ്രൈവറ്റ് ഫോട്ടോസ് ഉണ്ടായിരുന്നു, ഇതെല്ലാം ഇവന് കിട്ടി. ഇവൻ ഇത് പൈസ വാങ്ങിച്ചുകൊണ്ട് വേറൊരു സൈറ്റിന് വിറ്റിരിക്കുകയാണ്. പോസ്റ്റ് ചെയ്തവന്റെ ഉദ്ദേശം വേറെ, പക്ഷെ ഇവൻ ഇത് ഇങ്ങനെ വിറ്റു. ഇവനാണ് ചെയ്തത്. ഇത്രയും ക്ലോസ് ആയിട്ടിരിക്കുന്ന ഫ്രണ്ട്സ്. അപ്പൊ ഈ ഫോൺ പോലെയുള്ള സാധനങ്ങൾ, അതിനകത്തുള്ള ഫോട്ടോ പോലെയുള്ള പ്രൈവറ്റ് തിങ്സ് നമ്മൾ ആരെയും വിശ്വസിക്കരുത്. അത് നമ്മൾ ഇപ്പൊ തന്നെ പലതരം സ്കാംസ് ഇല്ലേ, ഫോൺ മേടിച്ചെന്ന് വിളിക്കട്ടെ എന്ന് ചോദിക്കുന്നു, അപ്പൊ തന്നെ നമ്മുടെ പൈസ പോകുന്നത്. അപ്പൊ പൈസ മാത്രമല്ല പോകുന്നത്, നമ്മുടെ ഇങ്ങനത്തെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ്, നമ്മുടെ പ്രൈവറ്റ് കാര്യങ്ങൾ, ബാങ്കിങ് കാര്യങ്ങൾ, ബാങ്കിങ് ഒക്കെ പോകുന്ന പോലെ തന്നെ നമ്മുടെ പ്രൈവറ്റ് ഫോട്ടോസും പോവാം. എന്നിട്ട് ഇതിങ്ങനെ മിസ്യൂസ് ചെയ്യപ്പെടാം. അതുകൊണ്ട് ഫോണും അതിനകത്തുള്ള ഫോട്ടോസും, നമുക്ക് പലതരത്തിലുള്ള പ്രൈവറ്റ് ഫോട്ടോസ് ഉണ്ടാവാം അല്ലെ, നമ്മളത് എങ്ങും പോസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. നമ്മളൊരു അപ്പോഴത്തെ ഒരു സാഹചര്യത്തിന് വേണ്ടി എടുത്ത്, പിന്നെ നമ്മുടെ കൂടെ ഉള്ളവർക്ക് ചിലപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ സൂക്ഷിക്കുക. എല്ലാരെയും കണ്ണടച്ച് ഫോണിന്റെ കാര്യത്തിൽ വിശ്വസിക്കരുത്. എന്നിട്ട് ആ കേസ് എന്തായിരുന്നു? കേസ് അതായത് ഈ പയ്യനെ പിടിച്ചല്ലോ, പിടിച്ചു കഴിഞ്ഞ് ഇവന്റെ പാരന്റ്സ് ഉൾപ്പെടെ ഇവരുടെ വീട്ടിൽ വന്ന് മാപ്പൊക്കെ എഴുതി കൊടുത്ത്, ലെറ്ററൊക്കെ ഉണ്ട്, ഞാൻ എന്താ ഇവിടെ പോസ്റ്റ് ചെയ്യാം, മാപ്പൊക്കെ എഴുതി കൊടുത്ത് ഇനി അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇതൊക്കെ പറഞ്ഞു. പിന്നെ ആ കൊച്ചിന്റെ ഭാവി ഓർത്തിട്ട് ഇവരുടെ കൊച്ചിലേ മുതൽ അറിയുന്ന കൊച്ചല്ലേ, ആ ഭാവി ഓർത്തിട്ട് അത് വലിയ കേസൊന്നും ആക്കില്ല. പക്ഷെ പാരന്റ്സും ഒക്കെ ഒരുപാട് സോറി ഒക്കെ പറഞ്ഞ് അവരുടെയും മിസ്റ്റേക്ക് ഉണ്ട്, അവരും ശ്രദ്ധിക്കാത്തതിന്റെ മിസ്റ്റേക്സും ഈ കൊച്ചിലെ മുതൽ ഫോൺ കൊടുത്തതിന്റെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരും അങ്ങനെയൊക്കെ പറഞ്ഞ് അത് വൈൻഡപ്പ് ചെയ്തു. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം കൊണ്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ.